2010 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിരുന്നു കേരളം ഭരിച്ചിരുന്നത്. അന്ന് ആ ഭൂമി വാങ്ങുന്ന ഘട്ടത്തിൽ 2011 UDF അധികാരത്തിലേക്ക് വരുമെന്നും പിന്നീട് ഒരു മലയാളം സർവകലാശാല സ്ഥാപിക്കുമെന്നും ആ മലയാള സർവകലാശാല സ്ഥാപിക്കാൻ എൻ്റെ ഭൂമി കൂടി എടുക്കുമെന്നും എനിക്ക് മലായിക്കത്തിങ്ങളുടെ വഹിയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്ന് ഇവിടുത്തെ യൂത്ത് ലീഗുകാരനെ ഞാൻ ഓർമ്മിപ്പിക്കുക. നിങ്ങൾ പരിശോധിക്കുക, എൻ്റെ പൊതുജീവിതം എടുത്ത് നിങ്ങൾ പരിശോധിക്ക്. ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ പോലെ, യൂത്ത് ലീഗിന്റെ നേതാക്കന്മാരെ പോലെ ഞാൻ എവിടെയെങ്കിലും റിയൽ എസ്റ്റേറ്റ് കച്ചവടം എടുത്തിട്ട് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? എണ്ണി ഞങ്ങൾക്ക് പറയാൻ കഴിയും. ഇവിടുത്തെ തിരൂർ മുനിസിപ്പാലിറ്റിക്കകത്തടക്കം വരുന്ന മുസ്ലിം ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ റിയൽ എസ്റ്റേറ്റ് കൊണ്ടാണ് ജീവിക്കുന്നത്. 100 ഉദാഹരണങ്ങൾ പറയാൻ നമുക്ക് കഴിയില്ലേ? ഇത്തരത്തിൽ അസംബന്ധമായിക്കൊണ്ടുള്ള, അടിസ്ഥാനരഹിതമായിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ മര്യാദയും രാഷ്ട്രീയ സദാചാരവും കാത്തുസൂക്ഷിക്കാത്ത വിമർശനങ്ങളെ കഴിഞ്ഞ 9 വർഷങ്ങളായിക്കൊണ്ട് നിങ്ങൾ നിരന്തരമായിക്കൊണ്ട് ഞങ്ങൾക്കെതിരായിട്ട് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ PK ഫിറോസ് പറയുകയാണ്, ഞാനും KT ജലീലും അബ്ദുറഹ്മാനും അടക്കം വരുന്ന ആളുകൾക്ക് വേണ്ടി തവനൂരിൽ തടവറ ശരിയാക്കിയിട്ടുണ്ടെന്ന്. PK ഫിറോസ് അതിന് വീണ്ടും ജനിക്കേണ്ടി വരും. ഒരു തെറ്റും ഞങ്ങൾ ഇതിനകത്ത് ചെയ്തിട്ടില്ല. നിരന്തരമായിക്കൊണ്ട് തിരൂരിന്റെ MLA ആയിരുന്ന സീമാമുട്ടിയല്ലേ ഞങ്ങളോട് ആവശ്യപ്പെട്ടത് മലയാളം സർവകലാശാലക്ക് നിങ്ങളുടെ ഭൂമി ആവശ്യപ്പെട്ടത്? അങ്ങനെയല്ലേ നമ്മളത് കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറായത്? നാടിന്റെ പുരോഗതിക്ക് വേണ്ടി, നാട്ടിലൊരു സർവകലാശാല വരുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കാൻ തയ്യാറായത്. ഇപ്പം അതിന്റെ കുറ്റം ഞങ്ങളിലേക്ക് ചാർത്തിക്കൊണ്ട് നിങ്ങളുടെ ഭരണകാലത്ത് നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ഭൂമിയുടെ പേരിൽ ആക്ഷേപം, നിങ്ങൾക്ക് ഭരണം നഷ്ടപ്പോൾ, നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള താല്പര്യങ്ങൾ തകർന്നടിച്ചപ്പോൾ ഞങ്ങളെ കുറ്റക്കാരാക്കാമെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ഏറ്റെടുക്കാൻ തിരൂരുകാരെ കിട്ടൂല. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും പാവപ്പെട്ട ലീഗുകാരെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മാത്രമാണ് ഞാൻ ഈ കാര്യം ഇവിടെ സൂചിപ്പിച്ചത്.